ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസ് തിളക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ചിലർ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പല രീതിക്ക് ഉണ്ടാക്കുന്നവരുണ്ടെന്നറിയാം. ഇത് പറഞ്ഞാൽ ഈ പൊടി ഇക്ക നൂൽപ്പൊടിൻ്റെ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ് കേട്ടോ. ഇക്കാൻ്റെ സ്വന്തം കമ്പനി തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരു മാസം ഒരാൾക്ക് നടത്താൻ കൊടുക്കും, ഒരു മാസം ഇക്ക നടത്തലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മാസം പോരുമ്പോഴും കുറച്ച് നൂൽപുട്ടിൻ്റെ പൊടി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോൾ 6:30 മണിയായി കേട്ടോ. അപ്പോൾ മക്കളൊന്നും എണീച്ചിട്ടില്ല. 7 മണിയാകുമ്പോൾ ഞാൻ വിളിക്കല്. നല്ല ക്ലീനായ പൊടിയാണിത്, കരടോ ഒന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അരിച്ചെടുക്കുകയാണ്. ഈ മാവ് വയ്ക്കുന്ന പണി മാത്രമാണ് എനിക്ക്. പിന്നെ ഉണ്ടാക്കിക്കുന്നത് ഞാൻ ഇക്കാനെ കൊണ്ടാണ് ഉണ്ടാക്കിക്കാറുള്ളത്. കാരണം ഇക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിന്നെ 1000 നൂൽപുട്ടൊക്കെ കമ്പനി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ പൊടിയൊക്കെ വെച്ച് ഇവിടെ ക്ലീനാക്കി ഇടണം. എന്നിട്ട് ഇക്കാനെ വിളിക്കണം. അപ്പത്തിന് പിന്നെ ഒരു പണിയും കൂടിയുണ്ട്. ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെക്കണം, പിന്നെ എണ്ണയൊക്കെ തേച്ച് വെക്കണം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിലേക്കൊക്കെ അയച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് നല്ല പനിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഡോക്ടറത്തൊക്കെ പോയി വന്നതാണ്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് വെക്കുന്നത് മത്തനാണ്. മത്തൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൂമ്പിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് നല്ല കാന്താരി മുളകും ഇടുന്നുണ്ട്. കാന്താരി ഇടാനുണ്ട് കേട്ടോ. കാന്താരി നമ്മൾ തൈരൊക്കെ ഉണ്ടായ കാന്താരിയാണ്. ശരിക്കും പറഞ്ഞാൽ പനിയൊന്നും എനിക്ക് ശരിക്കും വിട്ടുമാറാത്തത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കാന്താരിയൊക്കെ ചതച്ചിട്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് തൂമ്പിക്കണം. ചെറിയ ഉള്ളിയൊക്കെ ഒരുവിധം വഴന്ന് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് മത്തനിട്ട് കൊടുത്തു. മൂക്കാത്ത മത്തനായത് കൊണ്ട് ഞാൻ ഇതിൻ്റെ തോളൊന്നും കളഞ്ഞിട്ടില്ല. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു അര സ്പൂണോളം പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കടുമ്പ് ഉണ്ടാക്കുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കിയ കടുമ്പ് ഇത്രയും ഭംഗി ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് ഉമ്മ ഉണ്ടാക്കിയ കടുമ്പാണ് കേട്ടോ. ഉമ്മ കടുമ്പ് ഉണ്ടാക്കിയപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്ത് അയച്ചതാണ് എനിക്ക്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയ കടുമ്പിൻ്റെ ഭംഗി കണ്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അത് നിങ്ങളൊക്കെ ആ വീഡിയോയിൽ കണ്ടതാണല്ലോ. അങ്ങനെ രാവിലത്തെയും കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഭക്ഷണവും കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിത്തെ തുടങ്ങാറായി. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ചീര വെക്കുന്നത് കേട്ടോ. ചീര ഒരു പ്രത്യേക തരം ചീരയാണ്. നമ്മൾ ചുവന്ന ചീര പച്ചച്ചീര ഒന്നുമല്ല, വേറെ തരം ചീരയാണ്. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതാ കാണുന്നുണ്ടോ? ഈ ഒരു ചീര കണ്ടോ? ഒരു എന്താ പറഞ്ഞാൽ നമ്മുടെ പപ്പായ മരം ഉണ്ടല്ലോ, അതിൻ്റെ പപ്പായ മരത്തിൻ്റെ ഇലയുണ്ടല്ലോ, ആ ഇല പോലുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഇരുമ്പൊരു ചട്ടിയാണ് കേട്ടോ. ഇരുമ്പൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് എണ്ണ ഒഴിക്കണം, ഉള്ളി ഇടണം. പിന്നെ ഇതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നു.
അപ്പോൾ മോനെ പിടിച്ചതുകൊണ്ട് മോനെ ഞാൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മോനാണ് ചെയ്യുന്നത്. മെല്ലെ മെല്ലെ നോക്കിയിട അങ്ങോട്ട്. അപ്പോൾ നീ കളയല്ലേ, ഇട് കുറച്ച് കുറച്ചിട്. ഇത് നല്ല വേവുള്ളൊരു ചീര കേട്ടോ. എല്ലാവരുടെ പറമ്പിലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ മലപ്പുറത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചീര. പക്ഷെ ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. പക്ഷെ 10 വർഷം ഞാൻ ഇത് ഇപ്പോഴാണ് കാണുന്നത്. അതെടുത്തില്ല, അവിടെ പോയി അവിടെ ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആ കേക്ക് മതി കേട്ടോ, കേക്ക് ഉണ്ടാവും. ടെസ്റ്റ് ചെയ്യാം നമുക്ക്. വയ്യ കേക്ക് ഉണ്ടാവും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ ചീര വെക്കുന്ന രീതി ഉണ്ട് കേട്ടോ. അപ്പം അതുമാതിരിക്ക് തന്നെ ഇത് വെക്കണം, എന്നാലേ ഇത് രസം ഉണ്ടാവും കഴിക്കാനൊക്കെ. പിടിച്ച് കൂടാനെ പിടിക്കും. ഇപ്പോൾ 1 മാസമായിട്ട് എൻ്റെ ഇക്ക ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഇക്ക എവിടെ പോകുന്നത്. ഇക്കാക്ക് വടകരയിൽ നൂൽപുട്ടിൻ്റെ കമ്പിയാണ് കേട്ടോ. അപ്പോൾ 1.5 മാസമാണ് പണി ചെയ്യുന്നത്. 1 മാസം ഇരിക്കുകയാണെങ്കിൽ 1 മാസം വേറെ ആളെടുത്തു. അപ്പോൾ 1 മാസമായിട്ട് ഇക്ക ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ കുറച്ച് പണി കൂടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടച്ചു വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പണി പറഞ്ഞാൽ തേങ്ങ ചിരകിയിട്ടുണ്ട്. തേങ്ങ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മൂടി വെക്കാൻ. ഇത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കണം. പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പോയിക്കോളുന്നു. ഇപ്പം അതിലുള്ള നോക്കി പോയിട്ട് മറ്റേ ആ കൊട്ടയില്ലേ. അപ്പോൾ ചെറിയ ജലദോഷം ചുമക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചതച്ചെടുക്കണം. അരച്ചെടുത്ത് ഇനി ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ട്. അപ്പോൾ ചീര വേകുമ്പോഴത്തേന് ചീരയൊക്കെ നല്ല കുറച്ച് വേവുണ്ട്. അപ്പോൾ അടുക്കള ഒന്ന് നിൽക്കണം. ചീര വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചത് ചേർക്കാം. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചീര. ഇന്നത്തെ പണിയും പറഞ്ഞാൽ ഇക്ക മീൻ കൊണ്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് തേങ്ങ ഒക്കെ അരച്ച് റെഡിയാക്കി വെക്കണം.
അപ്പോൾ ഇതാ നമ്മൾ ചീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇരുമ്പും ചട്ടിയിലും വെച്ചിട്ടുമാണ്, പിന്നെ ചീരക്കും നല്ല ടേസ്റ്റുമാണിത്. ഞാൻ പറയുമ്പോൾ തിരിയില്ല, ഇതിൻ്റെ ടേസ്റ്റ് തിന്ന് തന്നെ അറിയണം. ഈ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർത്ത്, പിന്നെ 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുകയാണ്. ചേർത്തിട്ട് ഇത് നല്ല തരിയില്ലാണ്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഈ തേങ്ങയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അരച്ചെടുത്തിട്ട് തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട്, പിന്നെ മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മീൻ ഇട്ടിട്ട്, എന്ത് മീനെന്ന് അറിയില്ല, എന്തായാലും ഞങ്ങൾക്ക് ചാറ് നിർബന്ധമാണ് കേട്ടോ. ചോറിലൊക്കെ എന്തെങ്കിലും ഒരു കറി വേണം. ചോറായാലും അപ്പായാലും എന്തെങ്കിലും ഒരു കറി വേണം, എനിക്ക് നിർബന്ധമാണ് എനിക്ക്. പിന്നെ ഇക്കാണെങ്കിൽ കറി ഇഷ്ടമല്ല, കറി കൂട്ടില്ല. മൂപ്പർക്ക് എന്തെങ്കിലും ഉപ്പേരിയോ പിന്നെ എന്തെങ്കിലും വറ്റിച്ചിട്ട് എന്തെങ്കിലും, ഇപ്പോൾ ചിക്കനായാലും ബീഫായാലും മീനായാലും വറ്റിച്ച് വെക്കണം. എനിക്ക് വറ്റിച്ചല്ല വെക്കണം, എനിക്ക് കറി നീട്ടി വെക്കണം വെള്ളത്തോട് കൂടി, എന്നാലേ ചോറിന് ഒഴിച്ച് കൂട്ടാൻ രസമുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതാ ഞാൻ ഇതിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇനി അവസാനം അരച്ചെടുക്കാൻ നേരത്ത് ഒരു നുള്ളു പുളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇക്ക മീൻ കൊണ്ടുവരുന്നു. അപ്പോൾ ഇക്ക മീൻ കൊണ്ടുവരാൻ മറന്നു വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ കാര്യത്തിന് ഞാൻ ഉള്ളിയും തക്കാളി തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു ഉപ്പ് ഇടണം, ഇതാ കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി ഇത് കറിയിൽ ചോറിൽ വെച്ചിട്ട് തിന്നാം. ഈ സമയത്ത് ചെയ്യുന്ന പണിയാണ് കേട്ടോ. ഇതാ ഇഞ്ചിയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ചോലൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇതാ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഇടിച്ചതിന് ശേഷം ഇത് അല്ലി വേറെ വേറെ ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കോട്ടെ. എന്നിട്ട് തോലൊന്നും കളയുന്നില്ല. എന്നിട്ട് മിക്സിയിലൊക്കെ ഇട്ടിട്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കഴുകിയിട്ട് എല്ലാം കൂടി കൂട്ടി അരക്കുകയാണ്. അത് ഈ അല്ലിയൊക്കെ വേർപ്പെടുത്തണം. എന്നിട്ട് ഒന്ന് കഴുകുക കേട്ടോ. കഴുകിയതിന് ശേഷം ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തോലൊന്നും കളയുന്നില്ല. മോളെ താക്കോലെടുത്തൊക്കെ കാണാണ്ടാവും. ഇനി ചിക്കൻ കറിയോ മീൻ കറിയോ എന്തുണ്ടാക്കുമ്പോഴും നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പേസ്റ്റ് എടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് പേസ്റ്റാക്കി എടുക്കാൻ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ 1 മാസത്തോളം ഉപയോഗിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്.